നമ്മുടെ പപ്പുമോൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്താണ് കാര്യമെന്നല്ലേ പറയാം. രാഷ്ട്രീയത്തിൽ വിമർശിക്കാം, പ്രതിഷേധിക്കാം, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മിനിമം ബോധം വേണ്ടേ? പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുലിനെ ഒന്ന് അലക്കിയൊട്ടിച്ചു. കേവലം രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടല്ല അദ്ദേഹം ഇത് പറഞ്ഞത്, മറിച്ച് രാഹുൽ ഗാന്ധി കാണിച്ചു കൂട്ടിയ ചില വിചിത്രമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. എന്താണ് ശരിക്കും അവിടെ നടന്നത്? ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയ ആ രണ്ട് സംഭവങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി നോക്കാം. ആദ്യത്തെ സംഭവം നടന്നത് നമ്മുടെ പാർലമെന്റിലാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനം എന്ന് നമ്മൾ വിളിക്കുന്ന ഇടം. അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. പക്ഷെ രാഹുൽ ഗാന്ധിയും കൂട്ടരും അവിടെ എന്ത് ചെയ്തു? പാർലമെന്റിന്റെ പടിക്കെട്ടുകളിൽ വട്ടമിരുന്ന് ചായയും പക്കോടയും കഴിച്ച് ഒരു ആഘോഷം. ഇതിനെയാണ് അമിത്ഷാ പരിഹസിച്ചത്. അദ്ദേഹം ചോദിച്ചു, രാഹുൽ ഗാന്ധിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലം പോലും ഏതാണെന്ന് അറിയില്ലേ എന്ന്. പ്രതിഷേധിക്കാൻ 100 വഴികളുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ നിയമസഭയെ ഒരു തട്ടുകടയാക്കി മാറ്റുന്നത് എന്ത് രാഷ്ട്രീയമാണ്? വീട്ടിലിരുന്ന് കഴിക്കേണ്ട ഭക്ഷണം പാർലമെന്റ് പടിയിൽ കൊണ്ടിരുന്ന് കഴിച്ചാൽ താൻ വലിയ ജനകീയനാകുമെന്ന് ഏതോ ബുദ്ധിമാൻ പപ്പുമോന് പറഞ്ഞു കൊടുത്തു കാണും. ഇനി രണ്ടാമത്തെ സംഭവം ഇതിലും ഗൗരവകരമാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു അന്താരാഷ്ട്ര AI ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുകയായിരുന്നു. വമ്പൻ വിദേശ കമ്പനികളും നിക്ഷേപകരും ഇന്ത്യയെ ശ്രദ്ധിക്കുന്ന സമയം. അവിടെയാണ് രാഹുലിന്റെ യൂത്ത് കോൺഗ്രസുകാർ ഷർട്ടൂരി സമരം നടത്തിയത്. അമിത്ഷാ ചോദിക്കുന്നത് നോക്കൂ, ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ മോശമായി കാണിക്കാനാണോ നിങ്ങൾ വസ്ത്രമൂരി സമരം നടത്തുന്നത്? ഇതിനെയാണ് രാഹുൽ ഗാന്ധി ധീരത എന്ന് വിശേഷിപ്പിച്ചത്. മാന്യമായി വസ്ത്രം ധരിക്കാൻ അറിയാത്തതാണോ ധീരത? ഒരു അന്താരാഷ്ട്ര വേദിയിൽ പോയി കോമാളിത്തരം കാണിക്കുന്നത് രാജ്യത്തോടുള്ള ദ്രോഹമല്ലേ? മോദി എതിർക്കാൻ വേണ്ടി ഇന്ത്യയുടെ അന്തസ് കളയുന്ന രാഹുലിന്റെ ഈ രീതിയാണ് അമിത്ഷാ പഞ്ഞിക്കിട്ടത്. അമിത്ഷാ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഓരോ വാക്കും രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിനേറ്റ കനത്ത പ്രഹരമാണ്. പപ്പു എന്ന വിളിപ്പേര് മാറ്റാൻ രാഹുൽ എത്ര കഷ്ടപ്പെട്ടാലും ഓരോരോ പ്രവൃത്തികൾ കൊണ്ട് അദ്ദേഹം അത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. പക്കോട കഴിക്കാനും ഷർട്ടൂരി നടക്കാനും കോൺഗ്രസിന് ഇനിയും സമയമുണ്ടാകും. പക്ഷെ ഇന്ത്യയുടെ അന്തസ് ഇങ്ങനെ തെരുവിൽ ലേലം വിളിക്കാൻ അമിത്ഷാ ഉള്ളപ്പോൾ അത് നടക്കില്ല. ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ്, ഈ മനുഷ്യന് എന്നാണാവോ ഒന്ന് പക്വത വരുന്നത്? വയസ്സ് ഇത്രയായി എന്നിട്ടും പെരുമാറ്റം കണ്ടാൽ ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയുടെ നിലവാരം പോലുമില്ല. അമിത്ഷാ പറഞ്ഞത് 100% ശരിയാണ്. പ്രഭാത ഭക്ഷണം കഴിക്കാൻ ശരിയായ സ്ഥലം ഏതാണെന്ന് പോലും അറിയാത്ത ഒരു നേതാവിനെ കൊണ്ട് ഈ രാജ്യം എങ്ങോട്ട് പോകാനാണ്? മുതിർന്ന നേതാക്കൾ ഗൗരവമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ണിറുക്കി കാണിക്കുക. ഇപ്പോൾ ഇതാ പാർലമെന്റ് പടിയിൽ തട്ടുകടയിട്ട് പക്കോട കഴിക്കുക. ഇതിനെയൊക്കെ മാസ് എന്ന് വിളിക്കാൻ കുറെ അണികളും. ജനങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുകയാണെന്ന് ആരെങ്കിലും ഒന്ന് പപ്പുമോന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതിലും വലിയ കോമാളിത്തരമാണ് ആ ഷർട്ടില്ലാത്ത സമരം. ലോക നേതാക്കളുടെ മുന്നിൽ ചെന്ന് തുണിയൂരി നിൽക്കുന്നതാണ് ഒരു ദേശീയ പാർട്ടിയുടെ അന്തസ്സ്. ഇതിനെയാണ് രാഹുൽ ധീരത എന്ന് വിശേഷിപ്പിക്കുന്നത്. വസ്ത്രം ധരിക്കാൻ മറന്നു പോകുന്നത് ധീരതയല്ല പപ്പുമോനെ, അത് വെറും വിവരക്കേടാണ്. ഇത്രയും കാലമായിട്ടും രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കാത്ത ഈ നേതാവ് രാജ്യം ഭരിക്കാൻ സ്വപ്നം കാണുമ്പോഴാണ് അത്ഭുതം തോന്നിപ്പോകുന്നത്. അമിത്ഷാ ചോദിച്ചതുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയും ഇങ്ങനെയുള്ള കുട്ടിത്തം കാണിക്കില്ല. പക്വതയില്ലാത്ത ഒരു നേതാവും പതറിപ്പോയ ഒരു പാർട്ടിയും. ഇതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. രാഹുൽ ഗാന്ധി എത്രയൊക്കെ റീബ്രാൻഡ് ചെയ്യാൻ നോക്കിയാലും അദ്ദേഹം തന്റെ കോപ്രായങ്ങൾ കൊണ്ട് അത് നശിപ്പിക്കും. പക്കോട കഴിച്ചും വിപ്ലവം നടത്തുന്ന ഈ നേതാവിനെ കാണുമ്പോൾ സഹതാപം തോന്നുകയാണ്. അമിത്ഷാ നൽകിയ ഈ ഡോസ് രാഹുലിന് കുറച്ചു കാലത്തേക്കെങ്കിലും ഓർമ്മയുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഇനിയെങ്കിലും മുതിർന്നവർ പറഞ്ഞു കൊടുക്കണം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പക്കോട കഴിക്കലോ തുണിയൂരലോ അല്ല എന്ന്. ഇനി ഇതൊന്നും പോരാനിട്ടാണ് ഇടയ്ക്കിടെയുള്ള ആ വയനാട് യാത്രകൾ. വയനാട്ടിൽ പോയി ആരെയെങ്കിലും ഒക്കെ കെട്ടിപ്പിടിക്കുന്നതും ക്യാമറയ്ക്ക് മുന്നിൽ സെന്റിമെന്റ്സ് കാണിക്കുന്നതും മാത്രമല്ല രാഷ്ട്രീയമെന്ന് ആരെങ്കിലും ഈ പപ്പുമോൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാമോ? ജനങ്ങളെ കെട്ടിപ്പിടിച്ചത് കൊണ്ട് മാത്രം അവരുടെ പ്രശ്നങ്ങൾ തീരില്ല. അതിന് പക്വതയുള്ള തീരുമാനങ്ങളും നാടിന് ഗുണമുള്ള നിലപാടുകളുമാണ് വേണ്ടത്. അമിത്ഷാ ഗുവാഹത്തിയിൽ വെച്ച് ചോദിച്ചത് ഇതൊക്കെ തന്നെയാണ്. വയനാട്ടിൽ പോയി സ്നേഹം വിളമ്പുന്ന അതേ നേതാവാണ് അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തെ നാണം കെടുത്തുന്നത്. അമിത്ഷാ നൽകിയ ആ മറുപടിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വസ്ത്രമൂരി ഓടുന്നതോ വയനാട്ടിൽ പോയി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതോ അല്ല. അത് രാജ്യത്തിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കലാണ്. പക്വതയില്ലാത്ത ഒരു നേതാവ് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കണ്ട് മടുത്തത് കൊണ്ടാണ് അമിത്ഷായെ പോലൊരു നേതാവിന് പരസ്യമായി ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. വയനാട്ടിലെ വോട്ടർമാരെ പറ്റിക്കാൻ കാണിക്കുന്ന ഈ കെട്ടിപ്പിടുത്തം കൊണ്ട് കാര്യമില്ലെന്നും
രാജ്യത്തെ അപമാനിക്കുന്ന നടപടികൾ ഒരു ഇന്ത്യക്കാരനും പൊറുക്കില്ലെന്നും അമിത്ഷാ ആനടിച്ചപ്പോൾ രാഹുലിന് മറുപടിയില്ലായിരുന്നു. ഇനിയെങ്കിലും പപ്പുമോൻ മനസ്സിലാക്കണം, രാഷ്ട്രീയം എന്നത് ഒരു ഫോട്ടോഷൂട്ട് അല്ല, അത് വലിയൊരു ഉത്തരവാദിത്തമാണെന്ന്. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ്. ഇതൊക്കെ ആരെ കാണിക്കാനാണ്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഓരോരോ അഭ്യാസങ്ങൾ ഇറക്കുന്നു. പക്ഷേ ഫലമോ എല്ലാം വലിയ വലിയ മണ്ടത്തരങ്ങളായി മാറുന്നു. ലോറിയിൽ കയറിയും വയലിൽ ഇറങ്ങിയും മെക്കാനിക്കിന്റെ കൂടെ ഇരുന്നും കാണിക്കുന്ന ഈ ഷോകൾ കൊണ്ട് സാധാരണക്കാരന് എന്തു ഗുണം? ജനകീയനാകാൻ നോക്കി ഓരോ തവണയും കൂടുതൽ കോമാളിയായി മാറുന്ന ഒരു നേതാവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പക്വതയുള്ള ഒരു നേതാവ് ചെയ്യേണ്ടത് ഇത്തരം ഫോട്ടോഷൂട്ട് രാഷ്ട്രീയമല്ല, മറിച്ച് രാജ്യത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കലാണ്. അമിത്ഷാ ചൂണ്ടിക്കാണിച്ചതുപോലെ മോദിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ വിളമ്പുന്ന ഒരു നേതാവിനെ ഈ രാജ്യം മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. കാണിക്കാനായി ചെയ്യുന്ന ഈ കോപ്രായങ്ങൾ ഒടുവിൽ ജനങ്ങൾക്കിടയിൽ വലിയ ചിരിയായി മാറുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇത് ഇനിയെങ്കിലും മനസ്സിലാകുമോ എന്തോ, അതോ അടുത്ത മണ്ടത്തരത്തിനായി നമ്മൾ ഇനിയും കാത്തിരിക്കണോ? നമുക്ക് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം കണ്ടത് വെറും രാഷ്ട്രീയ പോരല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലിരിക്കുന്ന ഒരാളുടെ പക്വതയില്ലായ്മയുടെ ആഴമാണ്. അമിത്ഷാ നടത്തിയ ആ പ്രസംഗം ഒരു താക്കീതാണ്. എന്തിനുള്ള താക്കീത്? രാജ്യത്തിന്റെ അന്തസ്സിനെ തെരുവിൽ ലേലം വിളിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള താക്കീത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്തെ വമ്പൻ ശക്തികൾ ഇന്ത്യയുടെ വിപണിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ, ആഗോള നേതാക്കൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ അത്ഭുതം കുറിക്കുമ്പോൾ, നമ്മുടെ യുവരാജാവ് എന്ത് ചെയ്യുകയാണ്? പാർലമെന്റ് പടിയിൽ തട്ടുകടയിട്ട് പക്കോട കഴിക്കുകയാണ്. വിദേശ നിക്ഷേപകർ വരുന്ന വഴിയിൽ ഷർട്ട് ഊരി പ്രദർശനം നടത്തുകയാണ്. ഇതിനെയാണ് അദ്ദേഹം ധീരത എന്ന് വിശേഷിപ്പിക്കുന്നത്. മാന്യമായി പെരുമാറാൻ അറിയാത്തതാണോ, അതോ വസ്ത്രം ധരിക്കാൻ മറന്നു പോകുന്നതാണോ നിങ്ങളുടെ ധീരത? അമിത്ഷാ പറഞ്ഞ ആ ഒരു വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. മോദിയെ എതിർക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ത്യയെ തന്നെ എതിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. എത്ര ഭീകരമായ അവസ്ഥയാണിത്! നരേന്ദ്രമോദിയോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്തെ ലോകത്തിന് മുന്നിൽ കോമാളിയാക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് നമ്മൾ എന്ത് പറയണം? പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, പക്ഷേ അതിന് പാർലമെന്റ് പടിയല്ല തിരഞ്ഞെടുക്കേണ്ടത്. പ്രതിഷേധിക്കാൻ വേദികളുണ്ട്, പക്ഷേ അത് അന്താരാഷ്ട്ര ഉച്ചകോടികളാകരുത്. രാഹുൽ ഗാന്ധിക്ക് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കണ്ണിറുക്കിയും കെട്ടിപ്പിടിച്ചും വിദേശത്ത് പോയി സ്വന്തം നാടിനെ കുറ്റം പറഞ്ഞും അദ്ദേഹം ഇത് ശീലമാക്കിയിരിക്കുകയാണ്. പക്ഷേ അമിത്ഷായെ പോലൊരു കരുത്തനായ നേതാവ് ഇതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരന്റെയും ശബ്ദമായി മാറുകയാണ്. ഇനിയും ഈ പക്കോട രാഷ്ട്രീയം കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്നാണ് രാഹുൽ കരുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. കോമാളിത്തരങ്ങൾ വിപ്ലവമല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന കാലമാണിത്. പക്വതയുള്ള ഒരു നേതാവിനെയാണോ, അതോ പക്കട കഴിച്ച് ഷോ കാണിക്കുന്ന ഒരാളെയാണോ ഈ രാജ്യത്തിന് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധിയുടെ ഈ അഭ്യാസങ്ങൾ ധീരതയാണോ, അതോ രാജ്യത്തിന് അപമാനമാണോ? അമിത്ഷാ നൽകിയ ഈ മറുപടി രാഹുലിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമല്ലേ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.